ഹലോ, എല്ലാവർക്കും ഗ്ലോ അപ്പ് വിത്ത് സാൻഡി യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഹെയർ കെയർ സീരീസ് ഡേ 6 ആണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ കഞ്ഞിവെള്ളം വെച്ചിട്ട് മുടി കഴുകിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ സ്കാൽപ്പ് മസാജും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ എപ്പോഴും ഹോം മെയ്ഡായിട്ടുള്ള ഹെയർ ഓയിൽ വെച്ചിട്ട് ഹോട്ട് ഓയിൽ മസാജ് ചെയ്യേണ്ടതാണ്. ഓക്കെ, പിന്നെ സ്പ്ലിറ്റ് എൻഡ്സ് കുറയ്ക്കാനും എല്ലാം നിങ്ങൾക്ക് നീം ഓയിൽ ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, തീരെ ഡാൻഡ്രഫ് ഇരിക്കുന്നവർ നിങ്ങൾ ഹോട്ട് ഓയിൽ മസാജ് കണ്ടിന്യൂസ് ആയിട്ട് ആൾട്ടർനേറ്റീവ് ഡേയ്സിൽ ചെയ്ത് അതൊന്ന് കുറയ്ക്കാൻ നോക്കുക. പിന്നെ ഞാൻ മുന്നത്തെ വീഡിയോസിൽ പറഞ്ഞതുപോലെ തന്നെ ഷുഗർ, പുളിയുള്ള സാധനങ്ങളൊക്കെ കുറയ്ക്കുക. കാരം, ഉപ്പ് ഒക്കെ കുറച്ചിട്ട് ഉപയോഗിക്കണം. പിന്നെ സ്വീറ്റ്സ് ഒഴിവാക്കണം. ഓക്കെ, പിന്നെ എന്ന് പറയുന്നത് ആവുന്നത്ര കെട്ടൊക്കെ ഒന്ന് മുടിയിലത്തെ മാറ്റിയിട്ട് നന്നായി ചീന്തി കൊടുക്കുക. രാവിലെയും വൈകിട്ടും നീറ്റായിട്ട് ചീവിട്ട് കൊടുക്കേണ്ടതാണ്. ഇതിലൂടെ ബ്ലഡ് സർക്കുലേഷനും നമ്മളുടെ സ്കാൽപ്പിൽ കൂടുന്നതാണ്. ഓക്കെ, പിന്നെ ഇതിൻ്റെ കൂടെ നിങ്ങൾ ഉപയോഗിക്കുന്ന ചീർപ്പ്, പിന്നെ തലേണ കവറുകൾ, പിന്നെ ടവല്, ഇങ്ങനെ പേഴ്സണലായിട്ടുള്ള തിങ്സൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് ക്ലീനാക്കി വെക്കേണ്ടതാണ്. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്ട്രാ കെയറിന് വേണമെങ്കിൽ ആൾട്ടർനേറ്റീവ് ഡേയ്സ് ആയിട്ട് നിങ്ങൾക്ക് ഹെയർ പാക്കും ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ മുന്നത്തെ ഒരു 90 days ഹെയർ കെയർ ചാലഞ്ച് എടുത്തപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ ഹെയർ പാക്ക് വർക്കൗട്ട് ആയിട്ടുണ്ടോ, ഇല്ലെങ്കിൽ സിമ്പിൾ മെത്തേഡ്സ് ഞാൻ പറഞ്ഞ പോലെ ഹോട്ട് ഓയിൽ മസാജ് ആവാം, ഇല്ലെങ്കിൽ നോർമൽ ജിഞ്ചർ ഓയിൽ തേച്ചതോ, ഇങ്ങനെ വല്ലതും ആംല ഓയിലോ കറി ലീഫ് എണ്ണ തേച്ചിട്ട് വല്ല മുടിക്ക് മാറ്റങ്ങൾ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഹെയർ കെയറിൽ ഉൾപ്പെടുത്തേണ്ടത് നന്നായിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ വെള്ളം കുടിക്കുക നന്നായിട്ട്. പിന്നെ എക്സസൈസ് ചെയ്യുക. വേണമെങ്കിൽ നിങ്ങളുടെ ഒരു സ്ട്രെസ്സ്, ടെൻഷന് വല്ലതും ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനായിട്ട് നിങ്ങൾക്ക് എക്സ്ട്രാ സ്റ്റെപ്പ് എടുത്ത പോലെയും നന്നായിരിക്കും. ഓക്കെ, ഇക്കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു. പിന്നെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. പിന്നെ നിങ്ങൾ ആൾട്ടർനേറ്റീവ് ഡേയ്സിൽ ഇപ്പം ഒരു ദിവസം കറ്റാർ വാഴ ഉപയോഗിച്ചു, ഇനി ഒരു ദിവസം കഞ്ഞിവെള്ളം ഉപയോഗിച്ചു, പിന്നെ ഹോട്ട് ഓയിൽ മസാജ് ചെയ്തു, അങ്ങനെ തുടർച്ചയായി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഹെയർ പാക്കുകൾ ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, അങ്ങനെയും നിങ്ങൾക്ക് മുടി ശ്രദ്ധിച്ചെടുക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ ഉലുവയുടെ എണ്ണ, അങ്ങനെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് എണ്ണ തേച്ച് മസാജ് ചെയ്യുന്ന നന്നായിരിക്കും. മസാജിലൂടെ നന്നായി ഒരു സ്കാൽപ്പ് ഹെൽത്തി ആവും കേട്ടോ. പിന്നെ ഞങ്ങളുടെ മുടിയുടെ പറ്റി ഞങ്ങൾക്ക് മനസ്സിലാവാൻ തുടങ്ങുന്നതാണ്. ഈ ഹെയർ കെയർ എന്ന് ഉദ്ദേശിക്കുന്നത് അതാണ്. ഓക്കെ, എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് വല്ലതും ഉണ്ടോ അങ്ങനെയൊക്കെ കണ്ടെത്താൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഷെയർ ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്നുള്ള ഒരു ഓപ്ഷൻ തന്നെ തിരഞ്ഞെടുക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.